മക്കളെ നമുക്ക് തുടങ്ങാം. ഇന്ന് എന്താ പഠിക്കുന്നത്? അധിനിവേശ ജീവികൾ, ഇൻവാസീവ് സ്പീഷീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മക്കളെ, നമ്മുടെ കുളങ്ങളിലും തോടുകളിലും കാണാറുള്ള മീനുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. പരലുണ്ട്, വരാലുണ്ട്, മുഷിയുണ്ട്. ഇവയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? പക്ഷേ ഈ ചിത്രത്തിലേക്ക് 1.7 നോക്കൂ. ഇതാണ് ആഫ്രിക്കൻ മുഷി. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് സാധാരണ മുഷിയേക്കാൾ വലുതാണ് കേട്ടോ. ഇതിനെ എന്തിനാണ് ആഫ്രിക്കൻ മുഷി എന്ന് വിളിക്കുന്നത് നോക്കാം. ഇവ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരല്ല. ഇവ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. മനുഷ്യർ ലാഭത്തിന് വേണ്ടി ഇവയെ നമ്മുടെ നാട്ടിലെത്തിച്ചത്. ഇവയാണ് നമ്മൾ അധിനിവേശ ജീവികൾ എന്ന് വിളിക്കുന്നത്. അധിനിവേശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലില്ലാത്ത, പുറത്തുള്ള നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അധിനിവേശ ജീവികൾ എന്ന് പറയുന്നത്. എന്താണ് ഇവരുടെ പ്രശ്നം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക നോക്കാം നമുക്ക്. അധിനിവേശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായല്ലോ. ഇവയെ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാം നമുക്ക്. തീർച്ചയായും നമുക്ക് കുഴപ്പമുണ്ട്. ഇവയെ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിലേക്ക് തുറന്നു വിട്ടാൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അമിതമായ വളർച്ച. ഇവ വളരെ വേഗത്തിൽ വളരുകയും പെറ്റുവരുകയും ചെയ്യും. രണ്ടാമത്തത് എന്താണ്? നാടൻ മത്സ്യങ്ങളുടെ നാശം സംഭവിക്കുക. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നാടൻ മത്സ്യങ്ങളുടെ നാശം സംഭവിക്കുന്നത്, നമ്മുടെ കുളങ്ങളിലെ നാടൻ മത്സ്യങ്ങളെ ഇവ ആഹാരമാക്കും. തൽഫലമായി നമ്മുടെ നാടൻ ഇനങ്ങൾ വംശനാശം നേരിടും. ശത്രുക്കളുടെ അഭാവം. എന്താണ് ഈ ശത്രുക്കളുടെ അഭാവം എന്ന് പറഞ്ഞാൽ? ആഫ്രിക്കൻ മുഷിയെ പിടിച്ചു തിന്നുന്ന ജീവികൾ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഇവയ്ക്ക് പേടിക്കാതെ പെറ്റുപെരുകാൻ പറ്റും. അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജലാശയങ്ങൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത്? അവർ അമിതമായ വളർച്ച നടത്തുന്നുണ്ട്, നാടൻ മത്സ്യങ്ങളുടെ നാശം സംഭവിക്കുന്നുണ്ട്, ശത്രുക്കളുടെ അഭാവം കാരണം അവരെന്താക്കും? പെറ്റുപെരുകും. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടും പരിസ്ഥിതിയെ കൂടുതൽ നോക്ക്. നമ്മുടെ ചുറ്റുപാടും ഉള്ള നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള അധിനിവേശക്കാരായ സസ്യങ്ങളെയും ജന്തുക്കളെയും കണ്ടെത്തുക. ഓക്കെ, നമ്മുടെ നാട്ടിലില്ലാത്തതും എന്നാൽ പുറത്തുനിന്ന് എത്തിയതിനു ശേഷം ഇവിടെയുള്ള മറ്റു ജീവികൾക്ക് ഭീഷണിയായതുമായ സസ്യങ്ങളെയും ജന്തുക്കളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സസ്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ പറമ്പുകളിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച, അത് അധിനിവേശ സസ്യമാണ് കേട്ടോ. പിന്നെ വെള്ളക്കെട്ടുകൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആഫ്രിക്കൻ പായ, കുളവാഴ എന്ന് പറയും, ആഫ്രിക്കൻ പായൽ. അതേപോലെ തന്നെ കൊങ്ങിണി, ചില സ്ഥലത്ത് അതിന് അരിപ്പൂ എന്ന് പറയും. ഇതൊക്കെ എന്താണ്? സസ്യവിഭാഗങ്ങളിൽപ്പെട്ട അധിനിവേശ സസ്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജന്തുക്കൾ നോക്കാം. ആഫ്രിക്കൻ മുഷി, പിന്നെ ആഫ്രിക്കൻ ഭീമൻ, ഒച്ചില്ലേ, ആഫ്രിക്കൻ ഒച്ച്, അതും എന്താണ്? നമ്മുടെ നാട്ടിലുള്ളതല്ല, പുറത്തുള്ള നാട്ടിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഇവ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഇവയെ അധിനിവേശക്കാർ എന്ന് വിളിക്കാനും കാരണമുണ്ട്. അവയുണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഭക്ഷണം തട്ടിയെടുക്കൽ. നമ്മുടെ നാട്ടിലെ പാവം മീനുകൾക്കും ചെടികൾക്കും കിട്ടേണ്ട വളവും ഭക്ഷണവും ഈ അധിനിവേശക്കാർ വേഗത്തിൽ വലിച്ചെടുക്കും. സ്ഥലം കൈയടക്കുന്നു. ഇവ വളരെ വേഗത്തിൽ വളരുന്നത് കൊണ്ട് നമ്മുടെ നാടൻ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വളരാൻ സ്ഥലമില്ലാതാകും. ഓക്കെ, പിന്നെ വംശനാശം. നമ്മുടെ നാട്ടിലെ അത്യപൂർവമായ പല മീനുകളെയും ആഫ്രിക്കൻ മുഷിയെ പോലുള്ള ജീവികൾ തിന്നു തീർക്കുന്നു. അപ്പോൾ അവരുടെ എന്ത് നടക്കും? വംശനാശം സംഭവിക്കും. ഓക്കെ അല്ലേ മക്കളെ? പ്രകൃതിയിലെ ജീവികൾ എങ്ങനെയാണ് ആഹാരത്തിനായി പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അവിടെ ചിത്രം നോക്കാം നമുക്ക്. ഇവിടെ എന്തുണ്ട്? ഒരു ചെടിയും അതിനെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ജീവികളുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആഹാര ശൃംഖല എന്നാൽ എന്താണ്? ഒരു ആഹാര ശൃംഖല എപ്പോഴും തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? സസ്യങ്ങളിൽ നിന്നാണ്. കാരണം സസ്യങ്ങളാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ഈ സസ്യങ്ങളെ തിന്നുന്ന ജീവികളും ആ ജീവികളെ തിന്നുന്ന മറ്റു ജീവികളും ചേർന്ന് ഒരു കണ്ണി പോലെ രൂപപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, ചെടീനെ ആര് തിന്നും? പുഴു തിന്നും. ഓക്കെ, ചെടിയെ പുഴു തിന്നുന്നു. പുഴുവിനെ ആര് തിന്നും? കോഴി തിന്നും. പുഴുവിനെ കോഴി തിന്നുന്നു. കോഴിയെ ആര് തിന്നും? കുറുക്കൻ തിന്നും. കോഴിയെ എന്ത് തിന്നു? കുറുക്കൻ തിന്നുന്നു. കുറുക്കനെ ആര് തിന്നും? കഴുകൻ തിന്നു. കുറുക്കനെ കഴുകൻ തിന്നുന്നു. ഇത്തരത്തിൽ ആഹാരവും ഊർജവും കൈമാറി പോകുന്നതിനെയാണ് ഒരു കണ്ണി അഥവാ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? പട്ടിക കൊടുത്ത് ശ്രദ്ധിക്ക്. നമ്മുടെ പാഠപുസ്തകത്തിൽ ചിത്രത്തിൽ കണ്ടെത്താവുന്ന മറ്റ് ആഹാര ശൃംഖല ഉപയോഗിച്ച് നമുക്ക് ഒരു പട്ടിക പൂർത്തിയാക്കാം.
ഈ പട്ടികയിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയും തുടക്കം, അവസാനത്തെ കണ്ണിയും ഒടുക്കം കണ്ണിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ണി എന്താണ്? പുല്ല്, ചെടി. അവസാനത്തെ കണ്ണി ഏതാ? കഴുകൻ. പിന്നെ എന്താ വേറൊരു ഇതിൽ ആഹാര ശൃംഖലയിൽ പുല്ല്, തവള, പാമ്പ്. അവസാനത്തെ കണ്ണി ഏതാ? കഴുകൻ. പിന്നെ എന്താണ്? പുല്ല്, അണ്ണാൻ, പൂച്ച. അവസാനത്തെ കണ്ണി ഏതാണ്? കഴുകൻ. പുല്ല്, പുഴു, കുറുക്കൻ. അവസാനത്തെ കണ്ണി ഏതാണ്? കഴുകൻ. ഓക്കെ. ഉൽപാദകർ എന്താണ്? സസ്യങ്ങളാണ് എപ്പോഴും ഒന്നാമത്തെ കണ്ണിയാണ്. ഇവയെ എന്താണ്? അവരാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കും? ഉൽപാദകരെന്ന് വിളിക്കും. ആരാണ് ഉപഭോക്താക്കൾ? സസ്യങ്ങളെയും മറ്റു ജീവികളെയും ആഹാരമാക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഉപഭോക്താക്കൾ എന്ന് പറയും. അവസാനത്തെ കണ്ണി, ഈ ചിത്രത്തിൽ കഴുകനാണ് എല്ലാവരെയും ആഹാരമാക്കാൻ കഴിയുന്ന ഏറ്റവും മുകളിലുള്ള ജീവിനെയാണ് നമ്മൾ അവസാനത്തെ ജീവി എന്ന് പറയുന്നത്. ഓക്കെ. ഇതുപോലെ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ആഹാര ശൃംഖല കണ്ടെത്തി ടീച്ചർക്ക് ഹോംവർക്ക് തരാം. ഏതെങ്കിലും ഒരു ആഹാര ശൃംഖല കണ്ടെത്തി അതിൽ പട്ടികപ്പെടുത്തുക, ആദ്യത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും. ഓക്കെ. നമുക്കൊന്നും കൂടെ ചിത്രം നോക്കാം. ആ ചിത്രത്തിൽ എത്ര ഫുഡ് ചെയിൻ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ശ്രദ്ധിക്കണേ മക്കളെ. സസ്യം, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. ഒരു ഫുഡ് ചെയിന്. അപ്പോൾ ചെടിയെ പുഴു തിന്നുന്നു, പുഴുവിനെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ പിടിക്കുന്നു, കുറുക്കനെ കഴുകൻ ആഹാരമാക്കുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പുൽച്ചാടിയിൽ നിന്ന് തുടങ്ങുന്ന ശൃംഖല നോക്കാം. സസ്യം, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. ചെടിയെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ തവള പിടിക്കുന്നു, തവളയെ പാമ്പ് വിഴുങ്ങുന്നു, പാമ്പിനെ കഴുകൻ കൊത്തിയെടുക്കുന്നു. ഇനി മൂന്നാമത്തത് അണ്ണാനിൽ നിന്ന് തുടങ്ങുന്ന ശൃംഖല നോക്കാം. സസ്യം, അണ്ണാൻ, പൂച്ച, കഴുകൻ. ചെടിയെ അല്ലെങ്കിൽ പഴങ്ങളെ അണ്ണാൻ തിന്നുന്നു, അണ്ണാനെ പൂച്ച പിടിക്കുന്നു, പൂച്ചയെ കഴുകൻ ആഹാരമാക്കുന്നു. ഇത് കൂടാണ്ട് തന്നെ ക്രോസ് ലിങ്ക്സിലെ മറ്റു ചില മാറ്റങ്ങൾ നോക്കാം. അമ്പടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ആഹാര ബന്ധങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തത് സസ്യം, അണ്ണാൻ, പാമ്പ്, കഴുകൻ. അണ്ണാനെ പാമ്പ് പിടിക്കുന്നു, പാമ്പിനെ കഴുകൻ. അടുത്തത് സസ്യം, പുഴു, കോഴി, കഴുകൻ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പട്ടികയിൽ ശരിക്കും ഒന്നാമത്തെ കണ്ണി എല്ലാത്തിലും തുടങ്ങുന്നത് എന്താണ്? സസ്യം. അവസാനത്തെ കണ്ണി എല്ലാത്തിലും തുടങ്ങുന്ന ആരാണ്? കഴുകൻ. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായോ?